പാട്ടിനോടുള്ള ഇഷ്ടങ്ങളൊക്കെ എങ്ങനെയാ? എപ്പോഴും പാട്ട് കേൾക്കാറുണ്ടോ ഇക്ക? പിന്നെ എപ്പോഴും എല്ലാവരും പറയുന്ന പോലെ തന്നെയാണ് എൻ്റെ മൂഡ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ച് ഒച്ചയും ബഹളമൊക്കെ ഉള്ള കുറച്ച് ഹാപ്പി ആയിട്ട് എനർജി തരാൻ പറ്റിയ സോങ് വേണം. കിടക്കാൻ പോകുമ്പോൾ കുറച്ച് പീസ്ഫുൾ ആയിട്ടുള്ള സോങ്സ് വേണം. ഇപ്പോൾ ലൊക്കേഷനിലാണെങ്കിലും ഷോട്ടിന് പോകുകയാണെങ്കിലും ഒരു ഷോട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും ഒക്കെ നമ്മുടെ മൂഡ് സെറ്റ് ചെയ്ത് തരുന്നത് നല്ല പാട്ടുകളാണ്. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ മലയാളി പ്രേക്ഷകർ തിരിച്ചറിഞ്ഞത് സത്യേട്ടൻ്റെ പടത്തിൽ ഞാനും മമതയും കൂടെ അഭിനയിച്ച ഒരു പാട്ടുണ്ട്, ആരോ പാടുന്നു ദൂരെ എന്ന് പറഞ്ഞ്. ആ പാട്ടാണ് ശരിക്കും എന്നെ അന്ന് ഞാൻ പല വേദിയിലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ശരത്തല്ല, ഞാൻ അവിടെ ചെന്ന് ഇറങ്ങുമ്പോഴാണ് ഈ പാട്ട് ആദ്യമായിട്ട് ഞാൻ അതെ, ഈ പാട്ട് ആദ്യമായിട്ട് കേൾക്കും. അപ്പം ഞാൻ ചെന്നിങ്ങനെ ആദ്യം കേൾക്കുന്നത് ചിത്ര ചേച്ചി പാടി തുടങ്ങുന്നു. അപ്പം ഞാൻ ചിത്ര ചേച്ചിയാണല്ലോ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഫീമെയിൽ വോയിസ് കേട്ടു. മെയിൽ വോയിസ് കേൾക്കാനൊരു ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ഞാൻ നിൽക്കുമ്പോഴാണ് ഹരിഹരൻ സാറിന്റെ ശബ്ദം കേൾക്കുന്നത്. എന്റെ അല്ലെ ശരത്തേട്ട, ആ പാട്ട് കേട്ട് പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് എനിക്ക് വേണ്ടി ഹരിഹരൻ സാറിന്റെ വോക്കലിൽ ഒരു പാട്ട് കിട്ടുക എന്ന് പറയുന്നത് അത് എന്റെ കരിയറിലെ 2ാമത്തെ സിനിമയില് അതൊരു വലിയ ബ്ലെസ്സിങ് ആയിരുന്നു. എഗെയിൻ ഇളയരാജ സാറിന്റെ മ്യൂസിക്.